ഹായ്, എന്നും ഗാർഡനിൽ വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂക്കൾ നിങ്ങളുടെ ഗാർഡനിൽ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്ന റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സ്ട്രൈപ്പ് റോസ്, നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറിൽ വന്നിട്ട് വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു ക്ലൈംബറാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ലീഫൊക്കെ കാണാനായിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പും അതുപോലെ പൂക്കൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ആ സെയിം കളറിൽ പൂക്കൾ വരും, വൈറ്റ് സ്ട്രൈപ്പ് ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ പകുതി വൈറ്റും പകുതി ആ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറിൻ്റെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 5 പൂക്കളുണ്ടെങ്കിൽ 5 കളറിലായിരിക്കും, 5 ഷെയ്ഡിലായിരിക്കും പൂക്കൾ ഉണ്ടാവുന്നത്. ഒരു ബ്രാഞ്ചിൽ തന്നെ എവിടെ തൊട്ടാണ് പൂക്കൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ, ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ക്രീപ്പറാണ് കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ഗോൾഡനും ഓറഞ്ചും റെഡും ഒക്കെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെയും നമുക്ക് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പേഴ്സ്, ഏകദേശം ഒരു 15 വെറൈറ്റിയോളം ക്രീപ്പർ റോസുകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതിനകത്തെല്ലാം കാണിക്കുന്നില്ല, കുറേ വെറൈറ്റീസ് ഇതിനകത്ത് കാണിക്കാത്ത വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് അന്നിടുപ്പേരി വരുന്നുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ക്രീപ്പർ വരുന്നുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ആണ് കേട്ടോ നമുക്കുള്ളത്. പിന്നെയുള്ളത് പ്ലാസ്റ്റിക് റോസ് പോലെ തോന്നുന്ന ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. വളരെ റെയർ ആയിട്ട് മാത്രം വരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഡബിൾ ഡിലൈറ്റ്. നമുക്കിപ്പോൾ വന്നേക്കുന്നത് 10 ഇഞ്ച് കവറിലാണ് വന്നേക്കുന്നത്. പിന്നെയുള്ളത് അന്നിടുപ്പേരി യെല്ലോ റോസാണ്, യെല്ലോ ക്ലൈംബറാണ്. വളരെ റെയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. നമുക്കിതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല. നമുക്കുള്ള പോട്ട് 16 ഇഞ്ചിൻ്റെ പോട്ടിലാണ് പ്ലാന്റ് ഉള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുമല്ലോ എത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളതെന്ന്. ഇത് വന്നിട്ട് നമ്മുടെ ബേബി പാരഡൈസ് എന്നാണ് കേട്ടോ ഐഡിയ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഒരു പൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തന്നെ ഏകദേശമൊക്കെ ഒരുവിധം അതിൽ നിന്ന് പറയാൻ പറ്റും. പിന്നെയുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ്. പിങ്ക് ബട്ടൺ ഉണ്ട്, റെഡ് ബട്ടൺ ഉണ്ട്, ഓറഞ്ച് മിനിയേച്ചർ ഉണ്ട്, യെല്ലോ മിനിയേച്ചർ ഉണ്ട്. അങ്ങനെ മിനിയേച്ചർ ഐറ്റംസ് തന്നെ കുറേ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലല്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം എത്ര തരം വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത്. കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. തേനീച്ചകളും വണ്ടുകളൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ റോസാണ് കേട്ടോ. ഇത് ഈ കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഒരു ബ്രാഞ്ചിൽ തന്നെ 5-6 പൂക്കളാണ് ഒരു ബ്രാഞ്ചിൽ തന്നെ ഉണ്ടാവാറുള്ളത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ കൂടെ വരുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ഐഡിയ വരുന്നത്. ലാവൻഡർ ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ.